മോൾ ഐശ്വര്യമായി പോയി ജോയിൻ ചെയ്യും. അമ്മാവൻ പോയിട്ട് 20. ഓ കൃഷ്ണൻ നമ്പൂരിയല്ലേ? എന്താ ഗോവിന്ദനൊരു സംശയം? കണ്ടിട്ട് കുറെ കാലായല്ലേ. എന്താ തിരുമേനി ഇവിടെ? കളക്ടറുടെ പ്യൂൺ എന്റെ ഒരു പരിചയക്കാരനാ. ആ. ഞാൻ ഒരിക്കൽ ഫോണിലൂടെ സൂചിപ്പിച്ചിരുന്നില്ലേ ഒരു ഒഴിയാബാധയുടെ കാര്യം? ഓ, ഞാനതങ്ങ് മറന്നു. ഒരു റൗഡിയുടെ കാര്യമല്ലേ? ഇപ്പൊ അയാളല്ല, അയാളെ ഒഴിപ്പിച്ചൊരു പോലീസുകാരനാ പുതിയ അവതാരം. തിരുമേനി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ആ. നമ്മുടെ സേതുലക്ഷ്മിക്ക് ഇങ്ങോട്ടാ സ്ഥലം മാറ്റം, സബ് കളക്ടറായിട്ട്. ഭാഗ്യായി. രണ്ടുപേർ കൊല്ലപ്പെടുകയും അതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട CI രാജൻ ജോസഫിനെയും കുറിച്ചുള്ള പോലീസ് എൻക്വയറി റിപ്പോർട്ടാണിത്. ഇതിൽ വിശ്വാസമില്ലെന്നും പറഞ്ഞ് കോളനി നിവാസികൾ കോടതിയെ സമീപിച്ചിരുന്നു. The court has entrusted us to inquire into this case. I give this case to you. I expect that you will do it perfectly. സത്യസന്ധമായ റിപ്പോർട്ട് ഞാൻ സേതുലക്ഷ്മിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. ഫിഷറീസിൽ നിന്നുള്ള ഈ മാറ്റം ഇപ്പൊ വേണ്ടായിരുന്നെന്ന് തോന്നുന്നുണ്ടോ സേതുലക്ഷ്മിക്ക്? ഒരിക്കലുമില്ല മാഡം. I take it as a challenge. Good. All the best. Thank you, madam. മര്യാദക്ക് ഒരു ജോലി ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടം. ഹലോ. ആ സിയ ആര്? ഞാൻ സബ് കളക്ടർ സേതുലക്ഷ്മി. ഓ എന്താ മാഡം? നിങ്ങളെ കുറിച്ച് ഒരു കംപ്ലൈന്റ് ഉണ്ട്. എന്റെ പേരിൽ കംപ്ലൈന്റോ? അതെ, നിങ്ങൾ താമസിക്കുന്ന കൃഷ്ണൻ നമ്പൂതിരിയുടെ വീട് ഉടനെ ഒഴിഞ്ഞു കൊടുക്കണം. ഓ ആ വീടോ? മാഡം, ഞാനതങ്ങനെ താമസിക്കുന്ന ഒരു വീടല്ല. അതെന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട്, ഐ മീൻ ആ തിരുമേനിക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് ഞാൻ അവർക്കൊരു കോംപ്ലിമെന്റ് ആയിട്ട് എഴുതാ. പക്ഷെ അവരത് കംപ്ലൈന്റ് ആക്കിയോ? ആ കുടുംബത്തിന് റൗഡിയുടെ ഭീഷണിയുണ്ട്. തന്നെയുമല്ല, വേളിപ്രായം കഴിഞ്ഞ് ഹൗസ്ഫുൾ ആയി നിൽക്കുന്ന, സോറി, പൊരം നിറഞ്ഞു നിൽക്കുന്ന 3 പെൺകുട്ടികളുള്ള വീടാണ്. ആ കുട്ടികൾക്ക് ഞാനൊരു കാവൽ വിളക്കാണ്. അത് ഊതിക്കെടുത്തിയാൽ മാഡം, പിന്നെ ഞാൻ പറയുന്നില്ല, അവിടെ ഒരു പീഡന പരമ്പര തന്നെ അരങ്ങേറും. സ്റ്റോപ്പ് ഇറ്റ്. പെൺകുട്ടികളെ നോക്കാൻ അവരുടെ അച്ഛനമ്മമാരുണ്ട്. അത് കേരള പോലീസിന്റെ ഡ്യൂട്ടി ഒന്നല്ല. 24 മണിക്കൂറിനകം നിങ്ങൾ ആ വീട് ഒഴിഞ്ഞു കൊടുത്തിരിക്കണം. ഇറ്റ്സ് എൻ ഓർഡർ ഫ്രം സബ് കളക്ടർ. ഉപകാരായി. രാഘവ, എടോ രാഘവ, എന്താണാവോ? ആരാണ് അവിടുത്തെ സബ് കളക്ടർ? ആളെ ഞാൻ കണ്ടിട്ടില്ല. പുതിയൊരു കുട്ടിയാണെന്ന് കേട്ടു. കുട്ടിയാലും പട്ടിയാലും എനിക്കെന്താ? ഇവിടൊക്കെ വിളിച്ചു പറയുമ്പോ വീട് ഒഴിഞ്ഞു പോകാൻ ഞാനെന്താ അവളുടെ വേലക്കാരനോ? എടോ, ഞാൻ ആരെന്ന് തനിക്കറിയില്ലേ? സർക്കിള്. സാറ് കോൺസ്റ്റബിൾ ആണെന്ന് ആരെങ്കിലും പറഞ്ഞു? ഞാനിപ്പോ എന്താ വേണ്ടേ? എടോ, ഓസിനൊരു വണ്ടിയും വാടകയില്ലാത്തൊരു വീടും ഒന്ന് തപ്പി എടുക്കണോ? 24 മണിക്കൂർ ഞാൻ കാണിച്ചു കൊടുക്കണ്ട അവൾക്ക് ഞാൻ ആരാ മോന്? അല്ല, സത്യത്തിൽ സാറ് ആരുടെ മോനാ? വേറെ ഒന്നുണ്ടല്ലോ, അവര് ചോദിക്കണ ഞാൻ പറഞ്ഞു വെച്ചിട്ട്. ഒന്ന് പോടോ. ശരി, അപ്പൊ അതുവരെ അറിയില്ലല്ലേ. ഞാൻ എന്റെ മോനാണെന്നും പറയോ? സാറേ, സാധനങ്ങളൊക്കെ കെട്ടി കഴിഞ്ഞു, നമുക്കങ്ങ് വിട്ടാലോ? ഏയ്, തിരുമേനെ കണ്ട് യാത്ര പറയാണ്ട് എങ്ങനെയാ പോവുക? ഭഗവാനെ എന്താവൂ? വന്നല്ലോ തിരുമേനി. എനിക്കിട്ട് പണി എന്നിട്ട് വരണണ്ടില്ലേ? തിരുമേനിക്ക് മേളിൽ നല്ല പിടിപാടാണല്ലേ? മേളിൽ നിന്ന് ആജ്ഞാപിച്ച പെമ്പർനോത്തി തിരുമേനിയുടെ ആരാ? സബ് കളക്ടറെ. പാലക്കാട് ആ കുട്ടിയുടെ വീടിനടുത്തായിരുന്നു അന്തർജനത്തിന്റെ ഇല്ലം. അവൾ എന്നോട് വിളിച്ച് പറഞ്ഞിരിക്ക 24 മണിക്കൂറിനൊക്കെ ഇവിടുന്ന് ഒഴിഞ്ഞു വെക്കോളണമെന്ന്. എന്നെ പട്ടി കേൾക്കും. അവളോട് ചെന്ന് പറഞ്ഞേക്ക് ഞാൻ 12 മണിക്കൂറിനുള്ളിൽ ഒഴിഞ്ഞു പോയെന്ന്. എന്നോട് അനിഷ്ടം തോന്നരുത്. മൂത്ത കുട്ടിക്ക് വേലയായിട്ട് നിൽക്കുക. മൂത്തത് വേലി ചാടാൻ നിൽക്കണം. അയ്യോ അല്ല, കല്യാണം. ഒരച്ഛന്റെ വേദന സാറിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പ്രസവിച്ച അമ്മയല്ലേ, അച്ഛനിപ്പ എന്താ വേദന? വരുത്തിങ്ങനെ നടന്നാ പോരെ? തിരുമേനി, ഞാനിപ്പോ പോവാ. പക്ഷെ ഒന്നോർത്തോ, സർക്കിൾ ഇൻസ്പെക്ടർ മാധവൻകുട്ടിയുടെ സർക്കിളിലാണ് ഈ വീട്. സരിത, സവിത, സംഗീത. വേളി വലിയ പാടാ. എന്തായി കണ്ടത്? എന്നോട് പ്രതികാരം ചെയ്യരുത്. എന്റെ കുഞ്ഞിന്റെ വേളി മുടക്കരുത്. ഞാൻ കാല് പിടിക്കാം. എന്നെ പരീക്ഷിക്കരുത്. ഓടി സമൂഹത്തിൽ നീതി നടപ്പാക്കേണ്ട ഒരു സർക്കിൾ ഇൻസ്പെക്ടർ
ഇവിടെ പ്രതികാര മനോഭാവം വെച്ചു പുലർത്തി ഒരു സാധു പെൺകുട്ടിയുടെ വിവാഹം മുടക്കുകയും അത് തടയാൻ ശ്രമിച്ച സബ് കളക്ടറെ അധിക്ഷേപിച്ച് എടി പോടി എന്ന് വിളിക്കുകയും ചെയ്തു. ഈ ഒരു സംഭവത്തിൽ മിസ്റ്റർ മാധവൻകുട്ടിക്ക് എന്ത് മറുപടിയാണ് വനിതാ കമ്മീഷനോട് പറയാനുള്ളത്? ഇതൊരു നിയമയുദ്ധമാണ്. യുദ്ധമാകുമ്പോൾ രണ്ടു പക്ഷത്തും സൈന്യം വേണം. ഇവിടെ സ്ത്രീക്ക് വേണ്ടി സംസാരിക്കാൻ വനിതാ കമ്മീഷനുണ്ട്, മറുഭാഗത്ത് എനിക്ക് വേണ്ടി സംസാരിക്കാൻ പുരുഷ കമ്മീഷനില്ല. ഇങ്ങനെയൊരു വിചാരണ വേദിയിൽ ഇത്രയും ബഹുമാനപ്പെട്ട വ്യക്തികളുടെ മുൻപിൽ വെച്ച് പോലും മിസ്റ്റർ മാധവൻകുട്ടി തികഞ്ഞ അഹങ്കാരമാണ് പ്രകടിപ്പിക്കുന്നത്. മാഡം, തോക്കി കയറി വിടുവിക്കല്ലേ. എന്റെ പേരിലുള്ള ആരോപണങ്ങൾക്ക് ഞാൻ വ്യക്തമായ മറുപടി പറഞ്ഞോട്ടെ. വിവാഹം മുടക്കി വരനെ അറസ്റ്റ് ചെയ്തത് എന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷനോടുകൂടിയാണ്. കാരണം അയാൾ ഒരു വിവാഹ തട്ടിപ്പുകാരനാണ്. ഇതിനു മുമ്പ് 6 കല്യാണം കഴിച്ച വ്യക്തമായ രേഖകളുണ്ട്. സർവത്ര തെളിവുകളുമായിട്ടാണ് പ്രതിയെ ഞാൻ കോടതിയിൽ ഹാജരാക്കിയത്. താങ്കൾ മനഃപൂർവ്വം സൃഷ്ടിച്ച തെളിവുകളും കേസുമാണ് ആ വരനെതിരെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ? അങ്ങനെ സംശയിച്ച് തെളിവുകൾ മനഃപൂർവ്വം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ മാഡത്തിന്റെ അച്ഛനെ പോലും മനസ്സ് തുറന്ന് അച്ഛാ എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. എടോ തന്നെ ഞാൻ ദേ കണ്ടില്ലേ, എടോ താനൊക്കെ ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ കയറി വിളിച്ചത്. ഇതുപോലെ ഒരു ദേഷ്യത്തിനാണ് ഞാൻ ഈ മാഡത്തിനെ എടി പോടി എന്നൊക്കെ വിളിച്ചത്. എനിക്കറിയില്ലായിരുന്നു ഈ മാഡം സബ് കളക്ടറാണെന്ന്. കണ്ട തോന്നുന്നുണ്ട് സാർ. ഒരു സ്ത്രീയെയും എടി പൊടിന്ന് വിളിക്കാനുള്ള റൈറ്റ്സ് ആരും ആർക്കും നൽകിയിട്ടില്ല. ഈ അലസമായ പ്രതികരണത്തിന് ചുട്ട മറുപടിയായിരിക്കണം ഇയാൾക്കുള്ള ശിക്ഷ. തെറ്റ് ചെയ്ത ആൾ ശിക്ഷിക്കപ്പെടണം. He should be dismissed from the service. Excuse me, madam. ഈ ഒരു സംഭവത്തിന്റെ പേരിൽ ആരുടെയും ജോലി കളയണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ, സ്ത്രീകളോടുള്ള ആദരവ് മറക്കാതിരിക്കാൻ ഒരു ശിക്ഷ മിസ്റ്റർ മാധവൻകുട്ടിക്ക് കിട്ടിയേ പറ്റൂ. സോ മിസ്റ്റർ മാധവൻകുട്ടി മാപ്പ് പറയണം. അതെ, ശരി, അതാണ് എനിക്ക് വിധിക്കുന്ന ശിക്ഷയെങ്കിൽ ഞാനത് അംഗീകരിക്കുന്നു. മാപ്പ്. അത് പോരാ, ചെയ്ത തെറ്റ് ഏറ്റു പറഞ്ഞ് മാപ്പ് പറയണം. ഈ നിൽക്കുന്ന ബഹുമാനപ്പെട്ട സബ് കളക്ടർ സേതുലക്ഷ്മിയെ ഒരു പൊതുസ്ഥലത്ത് വെച്ച് എടി ഓടി എന്നൊക്കെ വിളിച്ചത് വളരെ വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ബോധ്യമായി. അതിൽ ഞാൻ ഖേദിക്കുന്നു. മാപ്പ്. സാർ, ഒന്ന് ചോദിച്ചോട്ടെ, ഈ സംഭവത്തോട് നഷ്ടപ്പെട്ടത് പോലീസിന്റെ പ്രതിച്ഛായല്ലേ? കാല പിടിച്ച് മാപ്പ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ താങ്കളുടെ തൊപ്പി തെറിക്കുമായിരുന്നു അല്ലേ? ആരോട് എന്ത് പുളിച്ച വർത്തമാനം പറയുന്നത് നിങ്ങളെപ്പോലുള്ള ക്രിമിനൽ പോലീസുകാർ ഇതോടൊരു പാഠം പഠിച്ചു അല്ലേ? നീതിയും നിയമവും നടപ്പാക്കേണ്ട പോലീസുകാർ യൂണിഫോമിന്റെ വിലയും മഞ്ഞയും കളഞ്ഞു കുടിക്കരുത്. ഒരു സർക്കിൾ ഇൻസ്പെക്ടർ. ഐ ആം റിയലി അഷേംഡ് ഓഫ് യു. എല്ലാവരും ഒന്ന് പിരിഞ്ഞു പോണം. അതെ, ഒരു യാത്രയപ്പ് ചടങ്ങൊക്കെ കഴിഞ്ഞ് സർവീസിൽ നിന്ന് പിരിയണമെന്ന് ആഗ്രഹമുണ്ട്. ഈ പോക്കാണെങ്കിൽ അത് നടക്കുന്നു തോന്നുന്നില്ല. അങ്ങാടി തോറ്റ അമ്മയോടൊന്ന് കേട്ടിട്ടുണ്ട്. ഇതിപ്പോ ജീപ്പിനോട് കാണിച്ചിട്ട് എന്താ കാര്യം? ആളും തരവും നോക്കാതെ പെരുമാറിയത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും ഞാൻ ചാവാൻ പോവാ. അതിനു മുമ്പൊരു കാര്യം ചോദിക്കട്ടെ, എടി പൊടിന്നൊക്കെ വിളിക്കാൻ ആ കുട്ടി സാറിന്റെ ഭാര്യ ഒന്നും അല്ലല്ലോ. താൻ എന്താ പറഞ്ഞേ? എടിന്നൊക്കെ വിളിക്കാൻ ആ കുട്ടി സാറിന്റെ ഭാര്യ ഒന്നും അല്ലല്ലോ. അപ്പോ ഭാര്യ എടീന്നൊക്കെ വിളിക്കാമോ? ഭാര്യക്ക് കംപ്ലൈന്റ് ഇല്ലെങ്കിൽ എന്തെങ്കിലും വിടില്ല എന്ന് പറഞ്ഞിട്ട് 8-10 പടപടയെന്ന് വിടണത്. ഞാൻ അതിന്റെ കാര്യമല്ല പറഞ്ഞേ. മാപ്പില്ലേ, മാപ്പ്. മാപ്പിന്റെ കാര്യം. എങ്കിൽ പിന്നെ രാഘവേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ അവളെ കെട്ടുന്നു, പണി കൊടുക്കുന്നു. നമ്മളല്ലടാ, ഞാൻ കിട്ടും. അതാ പറഞ്ഞത്. എവിടെ ഒന്നും നടക്കാൻ പോലുള്ള എന്ത് വിഷമം എങ്ങനെ പറയാ? ഞാൻ എവിടെ കിടക്കുന്നു, അവൾ അവിടെ കിടക്കുന്നു. അവൾ അവളുടെ വീട്ടിൽ കിടക്കുന്നു, സാർ ഇവിടെ കിടക്കുന്നു. കെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ച് കിടക്കുന്നു. കൊട്ടാപ്പ, എന്തോ നീ വിചാരിക്കുന്നത് നല്ല കാര്യങ്ങള്.
നിനക്ക് ഈ IAS-ന്റെ പവർ അറിയോ? ഈ ഐസിന്റെ പവർ ഉണ്ടോ IAS-ന്? ഇല്ലല്ല. ഈ ഐസിട്ട് നമുക്ക് ഈ പെഗ് കഴിക്കാം, പക്ഷെ IAS ഇട്ട് പെഗ് കഴിക്കാൻ പറ്റുമോ? അപ്പൊ ആർക്കാ പവർ, ഐസിനോ IAS-നോ? ഇതാ സാറേ, സാറ് ചെത്തിമുറ്റത്തെ രാധാമണി അറിയോ? തഹസിൽദാരാ തഹസിൽദാര്. അവര് കെട്ടിയതാരെയാ? അവരുടെ ഓഫീസിലെ വെറും ഒരു പ്യൂണിന്. എന്നിട്ട് കുട്ടികൾ എത്രയാ? 4. സാറിന്റെ ഒരു ചെറിയ ജോലിയാണെന്ന് കരുതി സാർ ഇങ്ങനെ തളരരുത്. നിന്റെയൊക്കെ പറച്ചിലേട്ടാ തോന്നും സർക്കിൾ എന്ന് പറഞ്ഞ അത്ര ചീപ്പ് പണിയാണെന്ന്. അതിപ്പോ നമുക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. സാറിനിപ്പോ എന്തോ ഒരു കുറവ്. ഏത് പെൺകുട്ടിയെ ആഗ്രഹിക്കുന്ന പോലെ അച്ഛനില്ല, അമ്മയില്ല, നാത്തുമാരില്ല, മറ്റു കൂടപ്പുറപ്പങ്ങൾ ആരുമില്ല. അത് മാത്രം ഒരു സബ് കളക്ടർക്ക് 1 മാസം കിട്ടുന്ന ശമ്പളം ഒരൊറ്റ ദിവസം കൊണ്ട് സാർ ഉണ്ടാക്കുന്നില്ലേ? നല്ലൊരു പീഡന കേസ് ഒത്തുവന്ന കാശ് എത്രയാ കാശ്? ഞാൻ അവളുടെ വീട്ടിൽ ചെന്ന് ഇത്രയും കാര്യങ്ങൾ വെച്ച് കാച്ചിയാൽ അവരെപ്പ കെട്ടിച്ചെന്ന് ഓർത്താ മതി. എന്തേ ഇതിലൊരു സൂചി കാണാത്തോണ്ട് ചോദിക്ക, സമയത്രയായി? 12. ഞാൻ ഇപ്പൊ തന്നെ ആ കളക്ടറുടെ വീട്ടിലേക്ക് പോവാ. ഇന്ന് ഉച്ചക്കത്തെ ഊണ് ആ കളക്ടറുടെ വീട്ടിൽ നിന്നാ. ഞാൻ ഈ ആലോചന പ്രൊസീഡ് ചെയ്യാൻ പോവാ. കുട്ടപ്പ, നീ ഒറ്റയ്ക്ക് ഈ സമയത്ത് ഈ കല്യാണത്തിന്റെ പേരിൽ കിട്ടുന്ന ക്രെഡിറ്റ് ഞാൻ വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല. അത് ഞാൻ തന്നെ മേടിച്ചോളാം, മനസ്സിലായല്ലോ? പിന്നെ പോണ വഴിക്ക് ഒറ്റക്കായതുകൊണ്ട് ഒരു കൂട്ടിന് ഇത് ഞാൻ എടുത്തോട്ടെ. സാറ് ധൈര്യമായിട്ട് അവളെ കെട്ടുന്ന സ്വപ്നം കണ്ടു. കണ്ടു തീരുമ്പോഴേക്കും ഞാൻ തിരിച്ചെത്തും. സ്വീറ്റ് ഡ്രീംസ്. പോയിട്ടെ. Put the microphone to battle.